നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഓൺലൈനിൽ നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ടാവും. അങ്ങനെയുള്ളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏത് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് നമുക്ക് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ പല പ്ലാറ്റ്ഫോമുകളും ചൂസ് ചെയ്യാം. ഞാൻ ഈ പറയുന്നതെല്ലാം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് തന്നെ ഷോപ്പിഫൈ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഹോം പേജാണ്. എന്താണ് ഷോപ്പിഫൈ എന്ന് വെച്ചാൽ, ഷോപ്പിഫൈ എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നമുക്കിപ്പോൾ വെബ്സൈറ്റ് ഇല്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഷോപ്പിഫൈ. പലരും ഷോപ്പിഫൈയും ആമസോണും ഫ്ലിപ്കാർട്ട് അങ്ങനെ തുടങ്ങിയിട്ട് കമ്പയർ ചെയ്ത് കൺഫ്യൂഷൻ ആവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷോപ്പിഫൈയും ആമസോണും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം വേറെ ഉപയോഗങ്ങൾക്കുള്ളതാണ്. ഷോപ്പിഫൈയുടെ ഉപയോഗമല്ല ആമസോണിന്. ഒന്നുകൂടി പറഞ്ഞാൽ, ഷോപ്പിഫൈ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം പ്രൊഡക്റ്റ് നമ്മളാൽ തന്നെ സെല്ല് ചെയ്യുന്ന രീതിയാണ് ഷോപ്പിഫൈയിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബ്രാൻഡ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതാണ് ഷോപ്പിഫൈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട്. പിന്നെ നമ്മളെല്ലാവരും പറഞ്ഞ് ഷോപ്പിഫൈ വെബ്സൈറ്റ് എന്ന് പറയുമ്പം നമുക്കെല്ലാവർക്കും തോന്നുന്നത് എന്താണ്, ആമസോൺ സ്റ്റോറിൽ ആമസോണിൽ നമ്മൾ ഇങ്ങനെ പറയുന്നത് അങ്ങനെയാണല്ലോ. ആമസോൺ സ്റ്റോർ തുടങ്ങി അല്ലെങ്കിൽ ആമസോണിൽ സെല്ല് ചെയ്യുന്നു എന്ന് പറയുമ്പം എന്താണ് ആൾക്കാർ വിചാരിക്കുന്നത്, ആമസോണിൽ കൊണ്ടുവന്ന് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊറിയർ ചാർജും അല്ലെങ്കിൽ കൊറിയർ വരുന്നതും അത് ആമസോണിൽ നിന്നാണ്. പിന്നെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നത് ആമസോണാണ്. പിന്നെ അതിൽ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആമസോണാണ്. പക്ഷേ ബിസിനസ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങളെല്ലാം ആമസോൺ മാനേജ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ചാർജ് അവർ ഈടാക്കുന്നുണ്ട്. ഷോപ്പിഫൈ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നു, അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പിന്നെ ഒരു ഹെൽപ്പ് ഷോപ്പിഫൈയുടെ ഭാഗത്തുനിന്ന് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കൊറിയർ പാർട്ട്ണറിനെ കണ്ടെത്തി നമ്മളെ കൊണ്ടുവന്ന് നമ്മുടെ വെയർ ഹൗസിൽ വന്നോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ പ്രോഡക്റ്റ് വെച്ചിരിക്കുന്നത് അവിടെ വന്ന് എടുത്തുകൊണ്ട് പോകാനോ ഇതൊന്നും ഷോപ്പിഫൈയുടെ ഭാഗത്തു നിന്നില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഷോപ്പിഫൈ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ആമസോൺ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അതായത് ഇപ്പം ഞാനോ നിങ്ങളോ അതിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത് പോലെ ലക്ഷക്കണക്കിന് അതർ സെല്ലേഴ്സും പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരേ പ്രൊഡക്റ്റ് തന്നെ സെല്ല് ചെയ്യുന്ന പലരും ഉണ്ട്. അപ്പോൾ എന്താണ്, നമുക്കൊരു എക്സ്ക്ലൂസിവിറ്റി ഇല്ല. ഇപ്പം നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേറൊരാളുടെ പ്രൊഡക്റ്റ് ഒരു ആൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. ഷോപ്പിഫൈ എന്ന് പറയുന്നത് നമ്മളുടെ മാത്രം പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഓൺലൈൻ സ്റ്റോർ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം. അതിന് ഷോപ്പിഫൈ മാത്രമാണോ പ്ലാറ്റ്ഫോം? അല്ല, ഷോപ്പിഫൈ അല്ലാത്ത ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത് ഞാൻ ഓരോ വീഡിയോസിലായിട്ട് പറഞ്ഞുതരാം. കാരണം എല്ലാം കൂടി ഞാൻ ഇതിലേക്ക് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും, കൺഫ്യൂഷനാവും. ഓക്കെ, അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം, ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് എന്നുള്ളതും അതെങ്ങനെയാണ് അതിനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും. ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഷോപ്പിഫൈയെ കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഷോപ്പിഫൈയിൽ ഒരു സ്റ്റോർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഇവിടെ വരിക. ഇവിടെ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷൻ ഞാൻ തരാം. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങളുടെ ഷോപ്പിഫൈ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്കൊരു 3 മന്ത്സിലേക്ക് നിങ്ങൾക്ക് ഓരോ മാസവും 20 രൂപ മാത്രം ചാർജ് കൊടുത്താൽ മതി. അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഷോപ്പിഫൈയിൽ നമുക്ക് സാധാരണ പ്രൈസിങ് വരുന്നത് ഇതാണ് 1499 അങ്ങനെയൊക്കെയാണ് പ്രൈസിങ് വരുന്നത്. ഇതിൻ്റെ ഓരോ പാക്കേജസ് ഉണ്ട്, 4 പാക്കേജസ് ഉണ്ട്. ഈ 4 പാക്കേജസിലും ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ഈ 1499. നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങളൊരു സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളാണ്, അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ബേസിക്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. കാരണം ഇതിൻ്റെ നെക്സ്റ്റ് പ്ലാനുകൾ ഗ്രോ, അഡ്വാൻസ്ഡ്, പ്ലസ് ഈ പ്ലാനുകളൊന്നും നമ്മുടെ ബിസിനസ്സിന് ഇപ്പോൾ നിലവിൽ ആവശ്യമുള്ളതല്ല. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ആ ബിസിനസ്സിലേക്ക് മൂവ് ചെയ്യണം, അടുത്ത പ്ലാൻ എടുക്കണം, ഒരു കുഴപ്പമില്ല. നമുക്ക് ഏതൊരു അവസരത്തിലും ഏതൊരു സമയത്തും ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാനും അതുപോലെ തിരിച്ച് ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഷോപ്പിഫൈ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മാസത്തേക്ക് 1500 രൂപ പ്ലസ് GST കൊടുക്കേണ്ടടുത്ത് എന്ത് ചെയ്യാം, ഒരു മാസം നമുക്ക് 20 രൂപ വെച്ചിട്ട് 3 മാസം റൺ ചെയ്യാം. അപ്പോൾ 60 രൂപ നമ്മൾ കൊടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു നമുക്ക് ഈ ഒരു ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഓഫർ. ഓക്കെ, അപ്പോൾ ഷോപ്പിഫൈ എന്ന് പറയുന്ന
അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. എനിവേ ഷോപ്പിഫൈ എന്ന് പറയുന്നത് ഫ്രീ അല്ല, നമുക്ക് പൈസ കൊടുക്കണം. അത് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇനി എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, ഷോപ്പിഫൈയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നേരെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ സൈനപ്പ് ചെയ്യാൻ പോവാണ്, എങ്ങനെ സൈനപ്പ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാനൊരു ഒരു ഒരു പ്രോ ടിപ്പായിട്ട് തന്നെ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ ഈ ഫേസ്ബുക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ജിമെയിൽ വെച്ചിട്ടോ സൈനപ്പ് ചെയ്യരുത്. സൈനപ്പ് വിത്ത് ഇമെയിൽ തന്നെ കൊടുക്കുക. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നാളെ നിങ്ങൾക്ക് ഒരാവശ്യം വന്നു, നിങ്ങൾക്ക് പിന്നെ ഒരു ഡെവലപ്പറിനോ ഡിസൈനറിനോ നിങ്ങളുടെ സ്റ്റോറിലേക്ക് ആക്സസ് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു. ആവശ്യം വന്നപ്പോൾ ജിമെയിൽ വെച്ചാണ് സൈനപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജിമെയിലിൻ്റെ പാസ്വേഡും യൂസർ നെയിമും അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതുപോലെ ഫേസ്ബുക്ക് വെച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ക്രെഡൻഷ്യൽ ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ സൈനപ്പ് വിത്ത് ഇമെയിൽ മാത്രം കൊടുക്കുക. അതാകുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ഷോപ്പിഫൈക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഒരു പ്രത്യേക ഒരു ഇമെയിൽ തന്നെ തുടങ്ങിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമെയിൽ വെച്ചിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുകയോ ചെയ്യാം. അപ്പോൾ ഷോപ്പിഫൈക്ക് വേണ്ടി തുടങ്ങുന്ന ഇമെയിലും ആ ഷോപ്പിഫൈയുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡേറ്റ ഒന്നും പോകില്ല. ഓക്കെ, ഒബ്വിയസ്ലി നമ്മുടെ സ്റ്റോറിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ ക്രെഡൻഷ്യൽ ഷെയർ ചെയ്യുന്നത് അത്ര നല്ല പ്രാക്ടീസ് അല്ല. അതിന് വേറെ രീതികളുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഷോപ്പിഫൈയെക്കുറിച്ചൊക്കെ ഇൻഡെപ്ത് പഠിക്കണം. ഈ കൊമേഴ്സിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇൻഡെപ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ഈ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം അവൈലബിൾ ആണ്. അതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് നമ്മുടെ മെൻറ്റർഷിപ്പിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അത് ഒരു 1 മന്ത് അതുപോലെ തന്നെ 3 മന്ത് 2 പാക്കേജസ് ആയിട്ടാണ് വരുന്നത്. 1 മന്തും 3 മന്തുമായിട്ട് നമുക്ക് വരുന്ന പാക്കേജസ്. അത് ഈസി കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു പാക്കേജാണ്. ഞാൻ എൻ്റെ സൈറ്റ് കാണിച്ചു തരാം. ഈസി കൊമേഴ്സിലൂടെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനും അതിൻ്റെ മെൻറ്റർഷിപ്പുമാണ് കിട്ടുന്നത്. അതിൽ നമുക്ക് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യുന്നതും സ്റ്റോർ ബിൽഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നതും ടീമിനെ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളതും ലോഞ്ച് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കേജസ് വരുന്നത് 2 പാക്കേജസാണ്. 30 ഡേയ്സും വരുന്നുണ്ട്, അതുപോലെ തന്നെ 90 ഡേയ്സും വരുന്നുണ്ട്. 30 ഡേയ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 90 ഡേയ്സിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റിൻ്റെ ലിങ്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഫ്രീ ലേണിംഗ് ഗ്രൂപ്പാണ്. ആ ലേണിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കും. അവിടുന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത്, സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഇമെയിൽ വെച്ചിട്ട് സൈനപ്പ് ചെയ്യുക. ഇമെയിലും പിന്നെ ഒരു പാസ്വേഡും കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് അത് ഷെയർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ മറ്റ് ഇമെയിൽ ഡേറ്റകളൊന്നും അവർ കാണില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സൈനപ്പ് വിത്ത് ഇമെയിൽ എന്ന് കൊടുക്കുക. ദെൻ അവിടുന്ന് നമുക്ക് ഡീറ്റെയിൽസ് ഞാനിവിടെ ഇമെയിൽ വെച്ചിട്ട് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഓൾറെഡി എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സൈനപ്പ് ചെയ്യുന്നില്ല, ഞാനതിനെ ഡയറക്റ്റ് ലോഗിൻ ചെയ്യാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് നിങ്ങൾ അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണ് സൈനപ്പ് ചെയ്യേണ്ടത്, അക്കൗണ്ട് ഉള്ള ഒരാൾ ലോഗിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പോൾ എനിക്കൊരു അതിൻ്റെ പാസ്വേഡ് എനിക്ക് മെയിലിലേക്ക് വന്നിട്ടുണ്ട്. ഒ ടി പി ഓക്കെ, ഞാനപ്പോൾ അത് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഞാനപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ സംതിങ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ റിമെയിൻ ബൈ നെക്സ്റ്റ് ടൈം കൊടുത്തു. നമ്മൾ സ്റ്റോർ ബിൽഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരിക. അതായത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓൺലൈൻ സ്റ്റോറാണോ, അതല്ല മറ്റ് എന്തെങ്കിലും മാർക്കറ്റ് പ്ലേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാനാണോ, അതല്ല മറ്റ് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ സ്കിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്ലാനാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതും നമുക്കിപ്പോൾ ഇവിടുന്ന് ചൂസ് ചെയ്യേണ്ട, അതും നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 20 റുപ്പീസിൻ്റെ പ്ലാൻ, അതിവിടെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര സിമ്പിളാണ് ഇതിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നമുക്കിതിനകത്ത് വലിയ എന്താ പറയുക, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ടിൻ്റെ ഡാഷ്ബോർഡാണ് നമുക്ക് പോന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇതിനകത്ത് എവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് പ്രൊഡക്റ്റ് ആഡ് ചെയ്താൽ നമ്മൾ ഇതിൻ്റെ എവിടെ കാണുന്നത്, ഇങ്ങനെയൊക്കെ കുറേ സംശയങ്ങൾ വരില്ലേ. അതിന് വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു ഐ ബട്ടണിലെ കണ്ണിൻ്റെ പടം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡ് കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ കണ്ടത് ബാക്ക് എൻഡാണ്. ഇപ്പോൾ കാണുന്നത് റൈറ്റ് നൗ നമ്മൾ കാണുന്നത് ഫ്രണ്ട് എൻഡും, അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ ബാക്ക് എൻഡ് ഡാഷ്ബോർഡുമാണ്. ബാക്ക് എൻഡ് ഡാഷ്ബോർഡിലാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതായത് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതും, പിന്നെ കാറ്റഗറീസ് ആഡ് ചെയ്യുന്നതും, ഒരു ഓർഡർ വന്നാൽ കളക്ട് ചെയ്യുന്നതും, പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും, അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ബാക്ക് എൻഡിൽ നിന്നാണ്. ഫ്രണ്ട് എൻഡിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കസ്റ്റമറിന് എങ്ങനെ നമ്മുടെ സ്റ്റോറ് വേണം എന്നുള്ള രീതി, എങ്ങനെ ആക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഒരു ഫ്രണ്ട് എൻഡ് ബ്യൂട്ടിഫുൾ ആക്കുക എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡിൽ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ കൺഫ്യൂഷൻ ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഓപ്ഷൻസ് എല്ലാം കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ നമുക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഓൺലൈൻ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ തീംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, തീമുകൾ ചേഞ്ച് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഷോപ്പിഫൈയിൽ നമ്മുടെ വെബ്സൈറ്റിനെ പല രീതിയിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് തരുന്ന ഒരു ഓപ്ഷനാണ് തീമുകൾ. തീമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഡിസൈനിങ് അറിയില്ല. വെബ്സൈറ്റ് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോഡിംഗ് ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം എന്താണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു തീം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഫ്രീ തീമുകൾ അവൈലബിൾ ആണ്. ഷോപ്പിഫൈയിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഫ്രീ തീമുണ്ട്, ദാറ്റ് ഈസ് ഡോൺ എന്ന് പറഞ്ഞിട്ടൊരു തീം. അപ്പോൾ ഞാനിവിടെ ഇവിടെ കാണിക്കുന്നൊരു തീമുണ്ട്, അത് ഹൊറൈസൺ എന്ന് പറഞ്ഞൊരു തീമാണ്. അപ്പോൾ എനിക്ക് ആ തീം അത്ര കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, വേറൊരു തീം ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഇവിടെ നല്ല അടിപൊളിയൊരു ഫോട്ടോ ഒക്കെ ഉള്ളൊരു തീം, ഞാൻ അത് ജസ്റ്റ് ഒന്ന് ആഡ് എന്ന് കൊടുത്തു. അതിപ്പോൾ ഇവിടെ തീം ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള പരിപാടികളേ ഉള്ളൂ തീം ഇൻസ്റ്റാളേഷൻ. പക്ഷേ ഈ തീം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീ ആണ് കേട്ടോ. ഇതുപോലെ പെയ്ഡ് തീംസും ഉണ്ട്. പെയ്ഡ് തീംസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈസി കൊമേഴ്സിൻ്റെ ലേണിംഗ് ഗ്രൂപ്പിൽ മെമ്പർ ആവുക. അവിടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തീം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡ് മാറ്റാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് ഓരോ വെബ്സൈറ്റിൻ്റെയും ബാക്ക് എൻഡ്, അല്ലെങ്കിൽ ഷോപ്പിഫൈയുടെ എന്താണ് ഷോപ്പിഫൈ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയോ? അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. എന്താണ് ഷോപ്പിഫൈ എന്നും അതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണെന്നും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ തീമിന് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി ഈ തീം എങ്ങനെ വരണം അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരിച്ച കണക്കല്ലല്ലോ വന്നത്. കാരണം എന്താ? കാരണം ഇതിനകത്ത് ഇമേജസോ ഒന്നുമില്ല. കാരണം അത് ബ്ലാങ്കാണ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിങ്ങും എല്ലാം ബ്ലാങ്കാണ്. പ്രൊഡക്റ്റൊക്കെ ആഡ് ചെയ്താലേ നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റോറിന് കൂടുതൽ ഡീറ്റെയിലിംഗ് വരത്തുള്ളൂ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഇപ്പം ഞാൻ കുറച്ചുകൂടെ പറഞ്ഞിട്ടങ്ങ് നിർത്തുകയാണ്, കാരണം ഇത് ഒരു പോയിൻ്റ് വൈസിലങ്ങ് നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ തീം ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഫ്രീ തീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ തീമിന് നമുക്ക് പല രീതിയിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി ഈ തീമല്ലാതെ നമുക്ക് പെയ്ഡ് തീം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതും ഷോപ്പിഫൈയിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഷോപ്പിഫൈ എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം, അതുപോലെ തന്നെ നല്ല ഹൈ എൻഡ് രീതിയിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ചെയ്യാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോസൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഈ സീരീസിൽ ഷോപ്പിഫൈ എന്ന് പറയുന്ന ഈ ഒരു സീരീസിൽ ആഡ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് വീഡിയോസ് കാണുക, ട്യൂട്ടോറിയൽ വീഡിയോസ് കാണുക.
അതിൽ കൂടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ പോലെ മെൻറ്റർഷിപ്പിൻ്റെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ രീതിയിൽ നമ്മുടെ സപ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിടത്താണെങ്കിലും നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. ഒരു വെബ്സൈറ്റിന് പല രീതിയിലാണ് കസ്റ്റമൈസേഷൻ വരുന്നത്. ചിലപ്പോൾ ഡിസൈൻ കസ്റ്റമൈസേഷൻ ആവും, ചിലപ്പോൾ ഫംഗ്ഷൻ വൈസ് കസ്റ്റമൈസേഷൻ ആവാം. രണ്ടിനും കോസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഷോപ്പിഫൈ എന്ന് പറയുന്നതിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിലും ചെയ്യാം, അതുപോലെ തന്നെ നല്ല കൂടിയ ചിലവിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത സീരീസ് വീഡിയോ അപ്ഡേറ്റിൽ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ ലൈക്ക് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.